എന്താ അയാളുടെ ഹലോ സുഹൃത്തുക്കളെ, ഞാൻ പട്ടാമ്പിയിൽ നിന്നുള്ളൊരു ഡ്രൈവറാണ്. ഞാൻ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞ് റിട്ടേൺ വരുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ്. ഞാൻ യാത്രയുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള എനിക്കിതൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഞാൻ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞ് വൈകുന്നേരം അവിടുന്ന് സൈറ്റ് സീനൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാർട്ടീനായിട്ട് അവിടുന്ന് റിട്ടേൺ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് റിട്ടേൺ പോരണ വഴിക്ക് വെച്ചിട്ട് നമ്മുടെ കുറച്ച് ഒറ്റപ്പെട്ടിട്ടുള്ള ഏരിയയിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടുന്ന് ചുരം ഇറങ്ങി തുടങ്ങി റിട്ടേൺ പളനി റോട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നിൽ റോട്ടിൽ ഒരാൾ ഇതിങ്ങനെ വിലങ്ങനെ കിടക്കുന്നത് കണ്ടു. പക്ഷെ ആൾ സാഹചര്യം അനുസരിച്ചിട്ട് വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചിട്ട് കൈ അങ്ങോട്ട് ഇങ്ങോട്ട് നീട്ടണ പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിർത്തിയിട്ട് ഇത് എന്ത് ചെയ്യണം നോക്കുമായിരുന്നു. നമ്മൾ വണ്ടി വലിയ വാഹനമാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു വാഹനമാണെന്നുള്ള രീതിയിലാണ് അവൻ അവിടെ കിടന്നിരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വന്നിരുന്നൊരു കാറുകാരൻ കടന്നു പോകാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ അവൻ കൈ നീട്ടിയിട്ട് ആ വണ്ടിയുമ്പോൾ തട്ടാൻ നോക്കി. ഇത് രാത്രി കാലങ്ങളിൽ തമിഴ്നാട്ടുകളിൽ കണ്ടുവരുന്നതായിട്ടുള്ള പ്രവണതയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഒരാൾ റോട്ടിൽ ഇങ്ങനെ വീണ് കിടക്കണവർ കാണിക്കും, മറ്റൊരാൾക്കാർ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. കാറിലും മറ്റു കാര്യങ്ങളായിട്ട് ഒറ്റയ്ക്ക് വരുന്ന ഫാമിലി ആളുകൾ ഇതിലത്തെ ആരെങ്കിലും ഒരാൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഇയാളെ എന്താ ചെയ്യണം നോക്കണതിൻ്റെ ഇടയിൽ കയ്യിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഓടുക. അങ്ങനെയൊക്കെ പല അനുഭവങ്ങളും പല ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അതുപോലത്തെ സംഭവമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ ഉള്ളത് മുഴുവനും ബാച്ചിലേഴ്സ് പിള്ളേരായിരുന്നു. അപ്പോൾ ഞാൻ അവന്മാരോട് പറഞ്ഞു, ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, 4 പുറം സൈഡിലേക്ക് എന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവന്മാരെ ഇറങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കർണാടക സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ആ വാഹനം, മുന്നിൽ വന്ന് നിൽക്കുന്ന വാഹനം കർണാടക രജിസ്ട്രേഷനുള്ള വാഹനമായിരുന്നു. ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫീസറെ പോലെ ഞങ്ങൾക്ക് തോന്നി. ആളിറങ്ങി അത്യാവശ്യം കുറച്ച് നേരം നിന്ന് ആളെന്നെ നോക്കി. അതിന് ശേഷം ആൾ തിരിച്ച് പോയിട്ട് ആളുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തുറന്നിട്ട് ഇവനെ മുഖത്തുകൂടെ ഒഴിച്ചു നോക്കുമ്പോൾ ഇവൻ സാധാരണ രീതിയിൽ ഒന്നും അറിയാത്ത പോലെ എഴുന്നേറ്റിരുന്നിട്ട് പിന്നെ ഇവനെ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് പിടിച്ച് മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തമിഴ്നാട്ടിൽ കൂടെ അതുമാതിരി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നേരെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത് നിങ്ങളെല്ലാവരും കേട്ടറിവുള്ളായിരിക്കും. ഞാനിത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു, അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് വെച്ചാൽ ചാടി ഇറങ്ങി സഹായം ചെയ്യാനായിട്ട് ഓടണ മനസ്സുള്ള ആൾക്കാരാണല്ലോ നമ്മൾ കേരളീയർ. അതിപ്പോൾ നമ്മളതിനെ അവർ പരമാവധി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവർ പരമാവധി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഉപയോഗിക്കുകയാണ് നോക്കുന്നത്. അപ്പം നമ്മളെന്ത് ചെയ്യണം, അത് ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടുണ്ടെങ്കിൽ ചാടി ഇറങ്ങി പോകുന്നതിന് മുന്നേ 4 പുറം ഒന്ന് ശ്രദ്ധിക്കുക. വണ്ടികൾ നിർത്തുമ്പോൾ അവരുടെ ആരെങ്കിലും കൂടെ ഉണ്ടോ, അവിടെ പരിസരങ്ങളിലുണ്ടോ നോക്കുക. ചില സമയങ്ങളിൽ നമ്മുടെ ഫോണോ മറ്റുള്ളത് എടുത്തിട്ട് അവർ ഓടും. അത് ഈ കിടക്കണോ എണീറ്റിട്ടോ അവിടെ നിന്ന് ഓടും. അപ്പം നമുക്ക് നഷ്ടങ്ങളെ സംഭവിക്കുള്ളൂ. നമ്മളുടെ ഈ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി പല വഴിക്കും അപകടങ്ങൾ ഉണ്ടാവാറുള്ള കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം ആവുമെന്ന് വിചാരിക്കുന്നു. അതുമാതിരി മറ്റുള്ള ഡ്രൈവർമാരെല്ലാവരും ഈ നൈറ്റ് ഡ്രൈവ് ചെയ്യണ ഞങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടില്ലായിരിക്കും. കാരണം ഞങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു കെയറിങ് എല്ലാവർക്കും കൊടുക്കും. അത് നമ്മൾ കൂടുതൽ ആൾക്കാരോട് ചാടി ഇറങ്ങല്ലേ, എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നോക്കി ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അനുസരിച്ച് ചെയ്തിട്ടാണ് നമ്മൾ നാടെത്തിക്കുന്നത്. നൈറ്റ് ഡ്രൈവ് ചെയ്യണ എല്ലാ ആൾക്കാർക്കും ഓരോ അനുഭവങ്ങളുണ്ടായിരിക്കാം. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി എല്ലാവർക്കും എത്തിക്കാൻ നോക്കുക. അതുമാതിരി എൻ്റെ ചാനലാണിത്, അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഒരു തരത്തിൽ കള്ളത്തരം ചെയ്തിട്ട് കിടക്കുകയായിരുന്നു എന്നുള്ളത് 100% തെളിഞ്ഞു. ഇയാളെ പതുക്കെ സംസാരിച്ച് പോകുമ്പോൾ പതുക്കെ മാറി നിന്നു. ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.